റഷാസ് വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ് കാണിക്കുന്നത്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. കറിയും ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ ആദ്യത്തെ റെസിപ്പി സേമിയം കൊണ്ട് നല്ല അടിപൊളി ഒരു ഉപ്പുമാവാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ചെറിയ കഷ്ണം സബോള റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. ഒരു വലിയ ക്യാരറ്റ് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇതാ 1 കപ്പ് സേമിയം, ഇതേപോലത്തെ നൈസായിട്ടുള്ള സേമിയാണ് കേട്ടോ. ഉപ്മാവിൻ്റെ സേമിയം എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ, പിന്നെ ഉഴുന്ന്, കുറച്ച് കടുക് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഉഴുന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. ഇനി കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സബോള, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സബോള ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ബദാം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ബദാം ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പായാലും മതി കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് സേമിയത്തിന് ഞാനിവിടെ 1.5 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സേമിയം ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട്, എല്ലാം കൂടി ഒരു സൈഡിലേക്ക് ഇടരുത്, ഇതെല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനിയിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും വേണം. അതുപോലെ തന്നെ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയെടുക്കും വേണം കേട്ടോ. കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലിടുക, അതിന് ശേഷം കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഇങ്ങനെ വറ്റി വരുന്നുണ്ട്, സേമിയൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തത് ഒരു അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നല്ല ഈസിയാണ്. ഇതും തയ്യാറാക്കിയെടുക്കാനായിട്ട് വെറും 10 മിനിറ്റിൻ്റെ ടൈമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പൊടിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ചൂടുവെള്ളമാണ്, നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നൂൽപുട്ടിൽക്കൊക്കെ കുഴക്കില്ലേ, ഏകദേശം അത്ര ഒരു ഇതിൽ വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ട് ഇതിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കിത് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഇപ്പോൾ ടൈമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതാ ഈ ഒരു ബോളിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. നടുവിലൊരു ഹോൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നൂൽപുട്ടിൻ്റെ തട്ടുണ്ടല്ലോ, അതിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ആവി വന്നാൽ നമുക്കിത് ഈ പ്ലേറ്റിൽ നിന്ന് മാറ്റാം, സ്റ്റവിൻ്റെ മുകളിൽ നിന്ന് മാറ്റാം കേട്ടോ.
ഇനി ഒരു പാൻ വെക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ കടുകിടുക. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേപ്പിലയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ചൂടാക്കിയെടുക്കുക. കുറച്ച് സോസ്, ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ കുറച്ച് വെള്ളം, ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ അടിപൊളി സെക്കൻഡ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെയ്യാം, മസാലയൊക്കെ പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ 2 റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.